നമസ്കാരം. ഗൃഹനിലകളുടെ പ്രഭാവം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ പ്രവചിക്കാൻ സഹായിക്കുന്നു. വ്യക്തികളുടെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കാനും അനുയോജ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനും തുടർന്ന് കേൾക്കുക നക്ഷത്രവാരഫലത്തിന്റെ ഈ എപ്പിസോഡ്. ഈ ആഴ്ച, അതായത് ഫെബ്രുവരി 3 മുതൽ 9 വരെ നിങ്ങളുടെ രാശിഫലം എന്താണെന്നറിയാൻ കേൾക്കുക. മേടം രാശിക്കാർ, ഈ ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് അത്രയും ഊർജദായകമാകില്ല. മാത്രമല്ല, ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ അസ്വസ്ഥരാകുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ അല്പം ശാന്തമാകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ദേഷ്യ സ്വഭാവം നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ നശിപ്പിക്കും. നിങ്ങളുടെ വീട്ടിലെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ധാരാളം പണം ചിലവഴിക്കും. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തുക ഉദ്ദേശിച്ചേക്കാം. പക്ഷേ ഈ ചെലവുകൾ നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉയർത്തും. ഈ ആഴ്ച കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വാർത്ഥമായ വിധി കുടുംബാംഗങ്ങളെ നിങ്ങൾക്കെതിരാക്കാം. അതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏത് തീരുമാനമെടുക്കുമ്പോഴും വീട്ടിലെ അംഗങ്ങളുമായി സംസാരിക്കുന്നത് നല്ലതാണ്. ചില പെട്ടെന്നുള്ള ജോലി മൂലം പ്രിയപ്പെട്ടവരുമായി ഒരു യാത്ര പോകാനുള്ള പദ്ധതി പെട്ടെന്ന് ഇല്ലാതാക്കേണ്ടി വരാം. ഇത് നിങ്ങളുടെ മനസ്സ് വിഷാദത്തിലാക്കാം. എന്നിരുന്നാലും ഈ സമയം വിഷമിക്കാതിരിക്കുക. ഈ സമയത്ത് നിങ്ങളിൽ ചില രാശിക്കാർക്ക് ജോലിയിൽ സ്ഥാനമാറ്റം അല്ലെങ്കിൽ ജോലിയിൽ നല്ല മാറ്റം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. എന്നിരുന്നാലും ഇതിനായി നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധം തുടക്കം മുതൽ തന്നെ മെച്ചപ്പെടുത്തേണ്ടതാണ്. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ചങ്ങാതിമാരുമായുള്ള കൂട്ടുകെട്ടിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ തെറ്റായ സഹവാസം കാരണം സ്കൂളിലോ കോളേജിലോ നിങ്ങളുടെ പ്രതിച്ഛായയെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അധ്യാപകരുടെ പിന്തുണയും നിങ്ങൾക്ക് നഷ്ടമായേക്കാം. ഇടവം രാശിക്കാർ, ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അതിനാൽ നിങ്ങൾ മറ്റുള്ളവരോട് ചെറിയ കാര്യത്തിൽ പോലും ദേഷ്യപ്പെട്ടേക്കാം. ഇത് മറ്റുള്ളവരെ നിങ്ങളിൽ നിന്ന് അകറ്റാനും അവരുടെ പിന്തുണ ഇല്ലാതാക്കാനും ഇടയാക്കും. പണത്തിന്റെ വലിയൊരു ഭാഗം വളരെ കാലമായി എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ആ പണം ലഭിക്കും. കുടുംബാംഗങ്ങളുമായുള്ള സന്തോഷകരമായ പെരുമാറ്റം കുടുംബത്തിന്റെ അന്തരീക്ഷം സന്തോഷകരമാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതിനൊപ്പം ആഴ്ചയുടെ 2ാം പകുതിയിൽ ബന്ധുവിൽ നിന്ന് നല്ല വർത്തമാനങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ ജോലിക്കാര്യവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും ചിന്തകൾക്കും നിങ്ങളുടെ വിധിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. ഒപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു മുതിർന്നയാളുമായി ആലോചിക്കുന്നത് നല്ലതാണ്. മിഥുനം രാശിക്കാർ, നിങ്ങളുടെ ആരോഗ്യം ഈ ആഴ്ച മികച്ചതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ഊർജം നിറഞ്ഞവരായിരിക്കും. കൂടാതെ നിങ്ങളുടെ എല്ലാ ജോലികളും കാര്യക്ഷമമായി പൂർത്തിയാക്കാനും എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തും. നിങ്ങൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ വീട്ടുടമസ്ഥൻ മുൻകൂർ കാശ് അല്ലെങ്കിൽ വീട് നന്നാക്കാൻ ആവശ്യപ്പെട്ടേക്കാം. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കും. അതിനാൽ തുടക്കം മുതൽ തന്നെ ആവശ്യത്തിന് ലാഭിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പിന്തുണയ്ക്കും. ഈ സമയത്ത് നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനാൽ തുടക്കം മുതൽ തന്നെ ഇത് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. തൽഫലമായി നിങ്ങളുടെ അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ച് മാന്യത പാലിക്കുക. മനസ്സ് തുറന്ന് മറ്റുള്ളവരുമായി സംസാരിക്കുക. ഈ ആഴ്ച ജോലി സ്ഥലത്തെ ഏത് മീറ്റിംഗിലും നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും നൽകുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിരിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ നേരിട്ട് ഉത്തരം നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളോട് ദേഷ്യപ്പെട്ടു എന്ന് വരാം.
ഇക്കാരണത്താൽ നിങ്ങൾക്ക് നിരാശ തോന്നിയേക്കാം. മനസ്സിലെ നിഷേധ ചിന്തകൾ വിഷമത്തേക്കാൾ അപകടകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആഴ്ച അത്തരമൊരു സാഹചര്യത്തിൽ യോഗയുടെയും ധ്യാനത്തിൻ്റെയും സഹായത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാത്തരം വിഷമങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും. കർക്കിടക രാശിക്കാർ, ആരോഗ്യരംഗത്ത് ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും. ചെറിയ പ്രശ്നങ്ങൾ വരികയും പോവുകയും ചെയ്യും. എന്നാൽ നിങ്ങളൊരു വലിയ രോഗത്തിന് ഒരിക്കലും ഇരയാവുകയില്ല. മുൻപത്തേക്കാൾ ശാരീരികമായി നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും. ഈ ആഴ്ച സാമ്പത്തിക ജീവിതത്തിലെ ആവേശകരമായ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ മികച്ച തലത്തിൽ കൊണ്ടുവരാൻ മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുമ്പത്തേക്കാളും ശക്തമാക്കാനും സഹായിക്കും. ഈ ആഴ്ച കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും അംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങൾ കൂടുതൽ ശ്രമിക്കും. നിങ്ങളുടെ എതിർലിംഗത്തിലുള്ള ചില സുഹൃത്തുക്കൾ നിങ്ങളോട് അവരുടെ ഇഷ്ടം പ്രകടമാക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്കും അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പറയാനും സാധിക്കും. ഈ ആഴ്ചയിൽ നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും പദ്ധതികളും ഉപയോഗശൂന്യമായി ചിലപ്പോൾ തോന്നിയേക്കാം. സ്വയം പ്രചോദിതരായി തുടരാൻ അതുമൂലം നിങ്ങൾക്ക് കഴിയില്ല. മാതാപിതാക്കളോട് അനാവശ്യമായി ചിലവ് ചെയ്യാൻ ആവശ്യപ്പെടരുത്. ഇത് പിന്നീട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാക്കാൻ കാരണമായേക്കാം. ചിങ്ങം രാശിക്കാർ, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ആസ്വദിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ സമയത്ത് രാശിക്കാർ അവരുടെ മോശം ശീലങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങൾക്ക് മുൻ നിക്ഷേപങ്ങളിൽ നിന്ന് പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനാൽ ഒരു പുതിയ വാഹനം വാങ്ങുവാനുള്ള നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കും. എന്നാൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിലെ മുതിർന്നവരോട് കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഈ ആഴ്ച വീട്ടിലെ മുതിർന്ന ആളുകൾ നിങ്ങളിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെട്ടേക്കാം. ഇതുമൂലം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സമ്മർദ്ദം ചെലുത്തുക മാത്രമല്ല, അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് നിങ്ങളുടെ ജോലി സ്ഥലത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ ആഴ്ച ഉടനീളം നിങ്ങൾ എല്ലാം ക്ഷമയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും നിങ്ങൾ വലിയ പ്രാധാന്യം നൽകില്ല. അത് നിങ്ങൾക്ക് പിന്നീട് പ്രശ്നമായേക്കാം. നിങ്ങളുടെ നേരിട്ടുള്ള സ്വാധീനം നിങ്ങളുടെ ജോലിയിൽ നിരന്തരമായ തടസ്സങ്ങൾക്ക് പ്രധാന കാരണമായേക്കാം. വിദ്യാർത്ഥികൾക്കായി ഈ ആഴ്ച നിരവധി മികച്ച നേട്ടങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമാകുകയും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയിൽ മുന്നേറുന്നതിന് അപാരമായ വിജയം നേടാനുള്ള വഴി ഈ സമയം ലഭ്യമാകുകയും ചെയ്യും. കന്നി രാശിക്കാർ, ആരോഗ്യമാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ നടപ്പിലാക്കും. നിങ്ങൾ എല്ലാവരുമായി പരസ്യമായി ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യും. എല്ലാ മാനസിക സമ്മർദ്ദങ്ങളെയും മറികടന്ന് വീട്ടിലും ജോലിസ്ഥലത്തും നിങ്ങൾ നിലകൊള്ളും. ഈ ആഴ്ച പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ശീലം നിങ്ങൾ നിയന്ത്രിക്കണം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ വിനോദത്തിനായി ഇപ്പോൾ കൂടുതൽ സമയവും പണവും ചിലവഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഭാവിയിൽ സാമ്പത്തിക പരിമിതികൾ ഉണ്ടായേക്കാം. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നത് മികച്ചതാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെ ലഘൂകരിക്കുക മാത്രമല്ല, അവരുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായിക്കും. ജോലി മേഖലയിൽ നിങ്ങളുടെ അനുകൂലത വ്യക്തമായി ദൃശ്യമാകും. അതിനാൽ നിങ്ങളുടെ ശത്രുക്കൾ പോലും ഓഫീസിൽ നിങ്ങളുടെ ചങ്ങാതിമാരായി മാറും. ഒരു ചെറിയ നല്ല പ്രവൃത്തി കാരണം മാത്രം നിങ്ങൾക്ക് ഒരു വലിയ പ്രൊമോഷൻ വരെ ലഭിച്ചേക്കാം. ഇത് എല്ലാവരും ചർച്ച ചെയ്യുകയും അത്തരമൊരു സാഹചര്യത്തിൽ ഈ നല്ല സമയം ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക.
ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വിജയം നേടാം. എന്നാൽ ഇതിനായി അവരുടെ വിദ്യാഭ്യാസത്തിനായി എല്ലാ നടപടികളും തീരുമാനങ്ങളും എടുക്കുമ്പോൾ അവർ ക്ഷമയോടെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. തുലാം രാശിക്കാർ, ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. അതിനാൽ ആവേശകരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും നിങ്ങൾക്ക് വിശ്രമം സ്വയം നൽകാൻ സാധിക്കുകയും ചെയ്യും. ഈ ആഴ്ച കമ്മീഷൻ, ഡിവിഡൻഡ് അല്ലെങ്കിൽ റോയൽറ്റി വർക്ക് എന്നിവയിലൂടെ നിങ്ങൾക്ക് വലിയ ലാഭമുണ്ടായേക്കാം. കൂടാതെ നിങ്ങളിൽ പലരും അത്തരം ഏതെങ്കിലും പദ്ധതികളിൽ പണം നിക്ഷേപിക്കാൻ തയ്യാറാകും. അത് ലാഭത്തിനുള്ള സാധ്യതകൾ കൂടുതൽ വഴിവെക്കും. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളോ നിങ്ങളുടെ ഒത്തുചേരലിലെ അടുത്ത സുഹൃത്തുക്കളോ ഒരു വിരുന്ന് നൽകിയേക്കാം നിങ്ങൾക്ക്. ഈ സമയത്ത് നിങ്ങൾക്ക് അധിക ഊർജമുണ്ടാകും. ഇത് ഒരു പാർട്ടി അല്ലെങ്കിൽ ആഘോഷം സംഘടിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. എന്നിരുന്നാലും ഇതുപോലൊന്ന് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആളുകളുമായി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. പങ്കാളിത്ത ബിസിനസ് നടത്തുന്ന രാശിക്കാർക്ക് ഈ കാലയളവിൽ എല്ലാത്തരം മുൻകാല നഷ്ടങ്ങളും മറികടക്കാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജോലിക്ക് വളരെ മികച്ചതായിരിക്കും. അതിനാൽ നിങ്ങൾ ശരിയായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും നിരവധി വലിയ വ്യക്തികളെ കണ്ടുമുട്ടുകയും ചെയ്യും. നിങ്ങളുടെ പരീക്ഷാ ഫലങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കും. ഈ സമയം നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ ലഭിക്കും. പ്രത്യേകിച്ചും പഠനത്തിനായി കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം അവരുടെ മാതാപിതാക്കളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കാനുമുള്ള യോഗം കാണുന്നു. വൃശ്ചിക രാശിക്കാർ, ഭക്ഷണത്തിന് എരിവ് ചേർക്കുന്നത് ഭക്ഷണത്തിന്റെ രുചിക്ക് കൂടുതൽ കാരണമാകുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിന് ചിലപ്പോൾ ഒരു ചെറിയ ദുഃഖം കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഒരു ചെറിയ ദുഃഖം പോലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ ഒരു ദുരിതവുമില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സന്തോഷത്തിന്റെ യഥാർത്ഥ വില ആസ്വദിക്കാൻ കഴിയില്ല. ഈ ആഴ്ച സ്വയം ആരോഗ്യത്തോടെയും ശാന്തതയോടെയും ഇരിക്കാൻ ശ്രമിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്ന് സാമ്പത്തികമായി പ്രയോജനം നേടാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പലതരം സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പണം ശരിയായ സ്ഥലത്ത് ചിന്തിച്ച് നിക്ഷേപിക്കുക. ഈ ആഴ്ച ചിലപ്പോൾ നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കൂടും. ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ വ്യക്തിബന്ധത്തെ തന്നെ ബാധിച്ചേക്കാം. നിങ്ങളുടെ പ്രണയ ജീവിതം മികച്ചതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ബിസിനസ്സുകാർക്ക് ഒരു ചങ്ങാതിയുടെ തെറ്റായ ഉപദേശം കാരണം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം. അതിനാൽ ഏതെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ ആരുടെയും ഉപദേശത്തെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. വിദ്യാഭ്യാസത്തിൽ വരുന്ന മുമ്പുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഈ ആഴ്ച മറികടക്കും. അതിലൂടെ നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നല്ല സ്ഥാനം നേടുകയും അതിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിന് സുഖവും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ താല്പര്യം കൂടുതലും കാണും. ധനുരാശിക്കാർ, ദഹനക്കേട്, സന്ധിവേദന, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകൾക്ക് ഈ ആഴ്ച ആരോഗ്യകരമായ ജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാകുകയും അവ മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കും. നിങ്ങളുടെ വരുമാനം വേഗത്തിൽ വർദ്ധിക്കാനും എന്നിരുന്നാൽ ചില സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. കുടുംബജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ഈ ആഴ്ച നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ നടത്തും. ഈ സമയം മാതാപിതാക്കളുടെ ആരോഗ്യവും മെച്ചപ്പെടും.
ഇത് അവരുടെ ശരിയായ പിന്തുണ നിങ്ങൾക്ക് നേടിത്തരാൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ജോലി സ്ഥലത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് ബിസിനസ്സോ ജോലിയോ ആകട്ടെ, നിങ്ങളുടെ തന്ത്രവും പദ്ധതിയും എല്ലായിടത്തും വിലമതിക്കപ്പെടും. കൂടാതെ നിങ്ങളുടെ ചർച്ചകളിൽ മറ്റു ആളുകളുടെ ശ്രദ്ധ കൂടുതൽ ചെലുത്താൻ നിങ്ങൾക്ക് സഹായിക്കും. ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും. ഈ ആഴ്ച മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനം, നിങ്ങളുടെ ശ്രമങ്ങൾ എന്നിവ മൂലം നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ഇത് കാരണം ചങ്ങാതിമാരെല്ലാം നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യും. ഈ സമയത്ത് കുടുംബത്തിൽ ബഹുമാനവും ആദരവും നേടുന്നതിന് പുറമെ നിങ്ങൾക്ക് അധ്യാപകരിൽ നിന്നും ധാരാളം അഭിനന്ദനങ്ങൾ ലഭിക്കും. എന്നിരുന്നാലും ഈ സമയത്ത് അഹങ്കാരം നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. മകരം രാശിക്കാർ, ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങളുടെ മാനസിക സമാധാനത്തെ തകർത്തുന്നു വരാം. അത്തരമൊരു സാഹചര്യത്തിൽ നല്ല ആരോഗ്യത്തിനായി നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഈ ആഴ്ച നിക്ഷേപം നടത്തുകയാണെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പണം എവിടെയെങ്കിലും നിക്ഷേപിക്കാതെ വിവേകത്തോടെ പ്രവർത്തിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അവർ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിലും അവർ എല്ലായ്പ്പോഴും തെറ്റായിരിക്കണമെന്നർത്ഥമില്ല. അതിനാൽ അവരുടെ ഉപദേശത്തിന് ഉചിതമായ പ്രാധാന്യം നൽകുക. ഈ ആഴ്ച അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥനുമായി നേരിട്ട് സംവദിക്കാനും നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം കണ്ടെത്താനും നിങ്ങൾക്ക് ഈ അവസരം ലഭിക്കും. ഇതിലൂടെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ എന്തിനാണ് നിങ്ങളോട് ഇത്ര മോശമായി സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം നിങ്ങൾ അറിഞ്ഞാലുടൻ നിങ്ങളുടെ മനസ്സിന് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും. ഈ സമയത്ത് അവരുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കും. കുംഭം രാശിക്കാർ, ഈ ആഴ്ച നിങ്ങളുടെ മോശം ആരോഗ്യം കാരണം നിങ്ങളിൽ ധാരാളം ആത്മവിശ്വാസക്കുറവ് കാണാം. അത്തരമൊരു സാഹചര്യത്തിൽ ധൈര്യമാണ് എല്ലാമെന്ന് സ്വയം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കാലമായി തുടരുന്ന നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാവുന്നതാണ്. പണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകാം. ഏതെങ്കിലും വിശ്വസനീയമായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം തേടാവുന്നതാണ്. അവരിൽ നിന്ന് സാമ്പത്തിക സഹായവും തേടാവുന്നതാണ്. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം പതിവിലും മനോഹരമായിരിക്കും. ഈ ആഴ്ച ജോലിയിൽ പ്രൊമോഷൻ പോലുള്ള നിരവധി നല്ല അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. മുൻകാലങ്ങളിൽ മോശമായിരുന്ന സാഹചര്യങ്ങൾ ഈ സമയത്ത് ശരിയാകും. ജോലി അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ കൂടുതൽ സമയം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. മീനം രാശിക്കാർ, നിങ്ങളുടെ ദിനചര്യയിൽ യോഗ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഇല്ലാതാകുമെന്ന് ഈ ആഴ്ച നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആത്മപരിശോധനയ്ക്ക് ഈ ആഴ്ച നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും. പെട്ടെന്നുള്ള നിരവധി ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം. അത് നിങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കും. ഈ സാഹചര്യങ്ങളിൽ സ്വയം ശാന്തത പാലിക്കുക. നിങ്ങളുടെ മുതിർന്ന കൂടപ്പിറപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക സഹായം സ്വീകരിക്കാം. ഈ ആഴ്ച നിങ്ങളുടെ വീട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റ് അംഗങ്ങളുടെ അഭിപ്രായം ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞെന്ന് വരാം. ഈ ആഴ്ച ഈ രാശിക്കാർക്ക് ധാരാളം സമയം ലഭിക്കും. എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇത് പാഴാക്കാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും ചിന്തകളെയും
വസ്ത്രങ്ങളാണ് പ്രതിഫലിപ്പിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാണ്. ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാതകത്തിന്റെ മാർഗദർശനം പലർക്കും ആത്മവിശ്വാസം നൽകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയുടെ ഫലം നിങ്ങൾക്കും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ആത്മവിശ്വാസം നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ചത്തെ നക്ഷത്ര വാരഫലത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്നറിയാൻ കാത്തിരിക്കുക. ശുഭദിനം നേരുന്നു.